ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. SSC CGL 2024 അച്ചീവേഴ്സ് ബാച്ചിലെ ക്ലാസ്സുകൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇതുവരെ അരിത്തമെറ്റിക്കിന്റെ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അഡ്വാൻസ് മാത്സ് ആയിട്ടുള്ള നമ്പർ സിസ്റ്റം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തു. അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ ദയവായിട്ട് ആ ക്ലാസ്സുകൾ കാണുക. നിങ്ങളുടെ എക്സാമിന് വരാൻ സാധ്യതയുള്ള ഏറ്റവും എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാവരും നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാംസിന് ഉറപ്പായിട്ടും അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതേ മെത്തേഡിലുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സെയിം ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ അത് എല്ലാവരും കണ്ടു എന്ന് ഉറപ്പുവരുത്തുക. നമുക്ക് ഇന്ന് ട്രിഗ്നോമെട്രിയിലെയും ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസിലെയും കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പ്രീവിയസ് ആയിട്ടുള്ള ക്ലാസ്സുകളെല്ലാം മാത്സിന്റെ ക്ലാസ്സുകൾ എല്ലാവരും പ്ലേലിസ്റ്റ് നോക്കിയിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ, ഇത് നമ്മുടെ ഓൺലൈൻ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾക്ക് ഈ CGL അല്ലെങ്കിൽ അടുത്ത CGL വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ള എല്ലാ കണ്ടന്റുകളും നമ്മുടെ കോഴ്സിലുണ്ട്. നിങ്ങൾക്കത് നോക്കി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ക്ലാസ്സിന്റെ ക്വാളിറ്റി നോക്കി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ക്ലാസ്സുകൾ കണ്ടിട്ട് അതിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുക. എല്ലാ കാര്യങ്ങളും വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും സിലബസ് വൈസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഇത് ഓഫ്ലൈൻ സെന്റേഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ്, സ്ക്രീനിൽ കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് CGL 2023 ചോദിച്ച ട്രിഗ്നോമെട്രി എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ ചോദിച്ച ക്വസ്റ്റ്യൻ നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് sin a plus b യുടെ വാല്യൂ 1 ആൻഡ് cos a minus b equal to 1/2, then find a യുടെ വാല്യൂ ആണ് വേണ്ടത്. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. sin a plus b 1 ആണെങ്കിൽ സൈനിന്റെ ഏത് ആംഗിളിലാണ് നമുക്ക് 1 വരുന്നത്? sin 90ക്കാണ് 1 വരുന്നത്. അപ്പോൾ നമുക്ക് a plus b എന്ത് പറയാം? 90 എന്ന് പറയാം. cos a minus b equal to 1/2. അപ്പോൾ കോസിന്റെ ഏത് വാല്യൂ ആണ് 1/2 വരുന്നത്? cos 60 ആണ്. ഈ വാല്യൂസ് നന്നായിട്ട് പഠിച്ചാലേ അത് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ. വാല്യൂസ് പഠിക്കാൻ വേണ്ടി ട്രിഗ്നോമെട്രി ദിശ അക്കാഡമിയിൽ സെർച്ച് ചെയ്താൽ 2 ക്ലാസ് വരും. 2 ക്ലാസ്സിൽ ബേസിക് ആയിട്ടുള്ള എല്ലാ തിയറംസും എല്ലാ കാര്യങ്ങളും പറഞ്ഞ ക്ലാസ് ഉണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് ബേസ് മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ അതുകൂടെ ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പൊ ഇവിടെ a plus b 90യും a minus b 60യും വരും. a എന്ന് പറഞ്ഞാൽ എന്താണ്? വലിയ നമ്പറാണ്. a plus b a minus b എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണത്തിന്റെ സമ്മും രണ്ടെണ്ണത്തിന്റെ ഡിഫറൻസും തന്നിട്ടുണ്ടെങ്കിൽ വലിയ നമ്പർ എന്ന് പറഞ്ഞാൽ രണ്ടുകൂടെ കൂട്ടിയിട്ട് പകുതിയാണ്. ഞാൻ എഴുതി കൂടെ കാണിക്കാം. പേന എടുക്കാതെ ചെയ്യുന്നവർക്ക് വേണ്ടി ആണ് ആദ്യം ഇത് പറഞ്ഞത്. a plus b 90, a minus b 60. രണ്ടുകൂടെ കൂട്ടിയിട്ട് പകുതി എടുത്താൽ വലുതിന്റെ വാല്യൂ എയുടെ വാല്യൂ കിട്ടും. രണ്ടുകൂടെ കുറച്ചിട്ട് പകുതി എടുത്തു കഴിഞ്ഞാൽ ബിയുടെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ രണ്ടുകൂടെ കൂട്ടിയിട്ട് പകുതി എടുക്കുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 90, 60, 150ന്റെ പകുതി 75. ഓപ്ഷൻ എ നമുക്ക് അടിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ എഴുതി ചെയ്യുന്നവർ എന്താ ചെയ്യുന്നത്? a plus b നമുക്ക് 90 ഡിഗ്രി നീട്ടി, a minus b നമുക്ക് 60 നീട്ടി. രണ്ടുകൂടെ കൂട്ടി ചെയ്യുമ്പോൾ ബിയും പോയി 2a = 150 കിട്ടും, a = 75. പക്ഷെ നമ്മൾ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? അല്ല, ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കണം? ഈ ക്വസ്റ്റ്യനൊക്കെ പേന എടുക്കാതെ പെൻ ഫ്രീ ആയിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻസ് പോകാം. ഓക്കെ, നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ടൊന്ന് ചെയ്തു നോക്കാം. ഒരു 10 സെക്കൻഡ് സമയം വരെ ഒന്ന് ട്രൈ ചെയ്തു നോക്കാം. ഓക്കെ, 3 sin θ minus 3 cos θ by cos θ plus sin θയുടെ വാല്യൂ 1 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ cot θയുടെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ? അപ്പൊ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതിനെ എന്ത് ചെയ്യുക? എക്സ്പാൻഡ് ചെയ്യുക. സ്റ്റെപ്പ് മാക്സിമം കുറച്ച് എഴുതാൻ നോക്കും. അപ്പൊ 3 sin θ minus cos θ ഈക്വൽ ടു 1 ഇൻറ്റു ഈ സാധനം അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? 1 ഇൻറ്റു cos θ plus sin θ എന്നാവും. അപ്പോൾ 3 sin θ minus cos θ ഈക്വൽ ടു cos θ plus sin θ എന്ന് വരും. ഇവിടെ ഒരു മൈനസ് cos θയും പ്ലസ് cos θയും ഉണ്ട്. ഞാൻ ആദ്യം നിങ്ങൾക്ക് ഇത് പേന എടുക്കാതെ ചെയ്യുന്നത് എങ്ങനെയാണ്, സ്റ്റെപ്പുകൾ കുറച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. പിന്നെ മനസ്സിലാവാത്തവർക്ക് വേണ്ടി സ്റ്റെപ്പ് കൂടെ എഴുതി കാണിച്ചു തരാം. cos θയും ഇവിടെ പ്ലസ് cos θ ഉണ്ട്, ഇവിടെ മൈനസ് cos θ ഉണ്ട്. രണ്ടും ക്യാൻസൽ ആയി പോകും. ഇവിടെ sin θ ഉണ്ട്, അതപ്പുറത്ത് വരുമ്പോൾ മൈനസ് sin θ ആവും. 2 sin θ minus sin θ, 3 sin θ minus sin θ 2 sin θ ആവും. 2 sin θയുടെ വാല്യൂ 1 ആണ്. sin θ 1/2 ആണ്. sin θ 1/2 ആണെങ്കിൽ θ 30 ആണ്. അപ്പം നമുക്ക് എന്താ വരുന്നത്? cot 30 ആണ് വേണ്ടത്. ഓക്കെ, θ നമുക്ക് 30 ഡിഗ്രി വരുന്നത്. θ നമുക്ക് 30 ഡിഗ്രി വരും. വാല്യൂ ഓഫ് cot 30 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ വരുന്നത്? √3 ആണല്ലോ. പക്ഷെ എന്തൊക്കെയാ? ഓക്കെ, അല്ലല്ല, ഇവിടെ നമുക്ക് നോക്കേ cos θയും ഇവിടെ മൈനസ് cos θ. സോറി, ഇതെന്ത് വരും? cos θ അപ്പുറത്ത് പോവും, sin θ ഇപ്പുറത്ത് വരും. ഓക്കെ, 2 sin θ = 2 cos θ എന്ന് വരും. sin θ = cos θ എന്ന് വരും. അങ്ങനെയുള്ള കേസ് θ 45 ആണ്. അപ്പോൾ cot 45 1 ആണ്. 1 ആണ് ആൻസർ കിട്ടുന്നത്. എങ്ങനെയാണ് പേന എടുക്കുക ചെയ്യുന്നത്? പേന എടുത്ത് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? 3 sin θ minus cos θ ഈക്വൽ ടു cos പ്ലസ് സൈൻ. നിങ്ങൾ cos θ sin θ എന്ന് എഴുതുന്ന കോസിന് സീനും സൈനസ് എന്ന് എഴുതിയാൽ മതി. എന്ത് കിട്ടും? ഈ സൈൻ ഇപ്പുറത്ത് വരുമ്പോൾ 3 sin minus sin 2 sin ഈക്വൽ ടു മൈനസ് കോസ് അപ്പുറത്ത് പ്ലസ് കോസ് ആവും. അപ്പോൾ കോസ് പ്ലസ് കോസ് 2 കോസ് വരും.
ടു വെട്ടിപ്പോയി സൈൻ തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ. അപ്പൊ സൈൻ തീറ്റയും കോസ് തീറ്റ ഈക്വൽ ആവുന്ന വാല്യൂ എപ്പോഴാണ്? തീറ്റ 45 ഡിഗ്രി. തീറ്റ 45 ഡിഗ്രിക്ക് രണ്ടും എന്താണ്? 1/√1. നമ്മുടെ തീറ്റയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? തീറ്റ നമുക്ക് 45 ഡിഗ്രി കിട്ടി. തീറ്റ 45 ഡിഗ്രി കഴിഞ്ഞാൽ കോഡ് 45. കോഡ് 45 ടാൻ 45 എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. പക്ഷെ ഇതൊന്നും എഴുതേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മനസ്സിൽ തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഈ വാല്യൂ എടുത്ത് ഫോളോ ചെയ്യും. ഇതിന്റെ വാല്യൂ വേണം. ഇതിന്റെ വാല്യൂ ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യാൻ പറ്റും? കോസ് 36 പ്ലസ് എ cos 36 into cos 36 minus a plus cos 54 plus a into cos 54 minus a. ഇത് ട്രൈ ചെയ്ത് നോക്കിയേ ക്വസ്റ്റ്യൻ ചെയ്യുന്ന. യെസ്, അപ്പൊ നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ ഇത് കാണുമ്പോൾ തന്നെ cos a cos b പ്ലസ് sin a sin b അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് cos a plus b ആണ്. cos a plus b യുടെ വാല്യൂ ആണ്. അപ്പോൾ cos 36 plus 54 അല്ലേ? ഓക്കെ, അങ്ങനെ ചെയ്യാം. യെസ്, അതായിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഈ cos 54 പ്ലസ് എ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ്റെ ടൈംസ് എഴുതാം. സൈൻ 36 പ്ലസ് എ ആണ്. അപ്പൊ എ പ്ലസ് ബി 90 ആയി കഴിഞ്ഞാൽ നമ്മളിവിടെ ചെയ്യുന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എയും ബിയും രണ്ട് ആംഗിളാണ്. എ പ്ലസ് ബി 90 ആയി കഴിഞ്ഞാൽ cos a ഈക്വൽ ടു സൈൻ ബി ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ഇതിനെ നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട. cos 36 പ്ലസ് എ ഇൻറ്റു cos 36 മൈനസ് എ. ഇവിടെ cos 54 പ്ലസ് എ നമുക്ക് എങ്ങനെ എഴുതാം? cos 54 പ്ലസ് എ രണ്ടിന്റെയും സമ്മ് 90 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് കോസിനെയും സൈനെയും ഈക്വൽ ആയിട്ട് എഴുതും. ഈ cos 54 പ്ലസ് എ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ 36 36 കൂട്ടുമ്പോൾ 90 ആവും. മൈനസ് എന്ന് കൊടുക്കും. 36 മൈനസ് എന്ന് കൊടുക്കും അല്ലെ? മൈനസ് എങ്കിലല്ല 54 പ്ലസ് എ അധികം 36 മൈനസ് എ. എയും പ്ലസ് എയും മൈനസ് എയും വെട്ടിപ്പോവും. 54 36 90 വരികയും ചെയ്യും. എ പ്ലസ് ബി രണ്ട് ആംഗിളിന്റെ സമ്മ് 90 ആണെങ്കിൽ സൈനും കോസും ഈക്വലാണ്, കോട്ടും ടാനും ഈക്വലാണ്, സീക്കും കോസിക്കും ഈക്വലാണ്. ഇവിടെ ഇതിന്റെ ആവശ്യമുണ്ട്. ഇതിനെ നമുക്ക് സൈൻ 36 മൈനസ് എ എന്ന് എഴുതാം. ഇനി അതേപോലെ തന്നെ കോസ് 54 മൈനസ് എ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ 54 വരും 36 രണ്ടോ കൂട്ടുമ്പോൾ 90 വേണം പ്ലസ് എ വരും. അതുകൊണ്ട് അവിടെ പ്ലസ് കൊടുക്കുക. ഇവിടെ മൈനസ് എ ആയതുകൊണ്ട് ഇത് രണ്ടുകൂടെ ഈ ആംഗിൾ രണ്ടുകൂടെ കൂട്ടുമ്പോഴും എന്ത് വരും? 90 ഡിഗ്രി വരും. നമുക്ക് ഈ ഒരു മൊത്തത്തിലുള്ള ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? കോസ് 36 പ്ലസ് എ ഇൻറ്റു കോസ് 36 മൈനസ് എ പ്ലസ് സൈൻ 36 മൈനസ് എ ഇൻറ്റു സൈൻ 36 പ്ലസ് എ എന്ന് വരും. അതായത് കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി. കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് എ മൈനസ് ബി ആണ്. കോസ് എന്ന് പറഞ്ഞാൽ കോസ് എ മൈനസ് ബിയുടെ ഫോർമുലയാണ്. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ കോസ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താ? കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി. സൈൻ എ സൈൻ ബി എന്ന് പറഞ്ഞാൽ എഴുതുന്നത് കാണാൻ പറ്റത്തില്ലെങ്കിൽ കുഴപ്പമില്ല. കോസ് എ മൈനസ് ബി കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി. അതാണ് കോസ് എ മൈനസ് ബിയുടെ ഫോർമുല. അപ്പൊ അതേ സാധനം നമുക്ക് ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്യാം. ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആംഗിൾ. ഇവിടെ എ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ആംഗിളാണ് കേട്ടോ. ഇത് ആംഗിളും ഒരു ആംഗിളും മറ്റേ ആംഗിൾ. ഇവിടെ നമുക്ക് എന്ത് പറയാം? എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ 36 പ്ലസ് എ. അടുത്ത ബി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ആംഗിൾ എന്ന് പറഞ്ഞാൽ 36 മൈനസ് എ. നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ? കോസ് എ മൈനസ് ബി. അതായത് കോസ് ഫുള്ള് ചെയ്യുമ്പോൾ എന്തൊരു? എ എന്ന് പറഞ്ഞാൽ 36 പ്ലസ് എ ഇതിന്റെ സിമ്പിൾ വഴിയും കാണിച്ചു തരാം. മൈനസ് എ മൈനസ് ബി മൈനസ് അടുത്ത സാധനം ഏതാണ്? ബി എന്ന് പറഞ്ഞാൽ ഇതാണ് സെക്കൻഡ് ആംഗിൾ. 36 മൈനസ് അകത്ത് പോകുമ്പോൾ മൈനസും പ്ലസ് ആവും അല്ലെ? മൈനസ് 36 മൈനസ് പ്ലസ് എ അത് ശ്രദ്ധിച്ചോണം. പ്ലസ് എ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കോസ് 36 പോയി കോസ് 2a എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ ഡി നമുക്ക് ആൻസർ കൊടുക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇതേ മോഡൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കും. ഇത് 14/7/23 ചോദിച്ച ക്വസ്റ്റൻ ആണ്. ഇതേ മോഡൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇതെങ്ങനെ വേഗത്തിൽ ചെയ്യാൻ പറ്റുന്നത്? ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾ ഈ ഒരു ഫോർമുല അറിഞ്ഞെങ്കിലേ പറ്റത്തുള്ളൂ. കോസ് എ പ്ലസ് ബിയുടെയും കോസ് എ മൈനസ് ബിയുടെയും സൈൻ എ പ്ലസ് ബിയുടെയും സൈൻ എ മൈനസ് ബിയുടെയും. കോസ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ കോസ് എ കോസ് ബി, കോസ് എ മൈനസ് ബിയുടെ ഫോർമുല കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി. സൈൻ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. ഓക്കെ, നോക്കിക്കോണം. ആ ഒരു 4 ഫോർമുലാസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ആ ഫോർമുല മാത്രം പറയുന്ന ക്ലാസ്സുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ യൂട്യൂബിലെ ബേസിക് ആയിട്ടുള്ള ക്ലാസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കണ്ടിട്ട് ഈ ഫോർമുലാസ് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ചെറിയ ഫോർമുലാസ് ആണ്. ഇത് ഫോർമുലാസ് എല്ലാം എന്ത് ചെയ്യണം? സെറ്റ് ആക്കും. ഇവിടെ നമുക്ക് ഇത് സോൾവ് ചെയ്ത് എഴുതാം. ഡയറക്റ്റ് എഴുതാം. കോസ് എ കോസ് ബി പ്ലസ് സൈൻ എന്ന് പറഞ്ഞാൽ 54 36 കാണുമ്പോൾ തന്നെ 90 ആണെന്ന് നോക്കിക്കോണം. 36 മൈനസ് എയും 36 പ്ലസ് എയും കോസ് എ പ്ലസ് ബി. ഇപ്പൊ കോസ് എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ 36 പ്ലസ് എ
പ്ലസ് കോസ് എ മൈനസ് ബി വരും. മൈനസ് 36 പ്ലസ് എ മൈനസ് 36 പ്ലസ് എ എന്ന് വരും. കോസ് 2 എന്ന ആൻസർ കിട്ടും. ഇത് വേണമെങ്കിൽ ഇത്രയും സ്റ്റെപ്പ് എഴുതിയും ചെയ്യാം. നിങ്ങൾ പ്രാക്ടീസ് എത്രത്തോളം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ചെയ്യുന്നു അതനുസരിച്ച് നിങ്ങളുടെ സ്പീഡും വർദ്ധിക്കും. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒരു വട്ടം ചെയ്തിട്ട് പോയവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 4 ഫോർമുലേസ് നന്നായിട്ട് പഠിക്കുക. 4 ഫോർമുലയും നന്നായിട്ട് പഠിക്കുക. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ചെയ്യാൻ പറ്റും. അടുത്ത 2 ക്വസ്റ്റ്യൻ നോക്കേ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് sec square 54 മൈനസ് cot square 36 പ്ലസ് 3/2 sin square 73? അങ്ങനെയൊക്കെ തന്നിട്ടുണ്ട്. ഇതിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കാം. sec square 54 മൈനസ് cot square 36. ഞാനൊരു ഫോർമുല ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണത്. a പ്ലസ് ബി 90 ആയി കഴിഞ്ഞാൽ ടാൻ തീറ്റയും കോട്ട് തീറ്റ ഈക്വൽ ആണ്. a പ്ലസ് ബി 90 ആയി കഴിഞ്ഞാൽ സീക് തീറ്റയും കൊസീക് തീറ്റ ഈക്വൽ ആണ്. a പ്ലസ് ബി 90 ആയി കഴിഞ്ഞാൽ സൈൻ തീറ്റയും കോസ് തീറ്റ എന്നാണ് ഈക്വൽ. ഇവിടെ നമുക്ക് കോട്ട് സ്ക്വയർ തീറ്റ നമുക്ക് എന്ത് പറയാം? ടാൻ സ്ക്വയർ. രണ്ടുകൂടെ കൂട്ടുമ്പോൾ എന്ത് പറയും? ടാനും കോട്ടും തന്നിട്ടുണ്ടെങ്കിൽ രണ്ടുകൂടെ കൂട്ടുമ്പോൾ 90 ആയി കഴിഞ്ഞാൽ രണ്ടിനെ ഈക്വൽ ആയിട്ട് എഴുതാം. കോട്ട് സ്ക്വയർ 36 നമുക്ക് എന്ത് പറയാം? ഇതിന്റെ കൂടെ 4 കൂടെ കൂട്ടുമ്പോൾ 40 പിന്നെ 50 കൂടെ 50, അതായത് 54 എന്ന് പറയാം. ടാൻ സ്ക്വയർ 54 കോട്ട് സ്ക്വയർ 36 സെയിം ആണ്. ടാൻ 54 കോട്ട് 36 സെയിം ആണ്. കാര്യം a പ്ലസ് ബി 90 ആണ്. ടാനും കോട്ടും എന്നാണ് ഈക്വൽ ആണ്. കൊസീക്കും സീക്കും ഈക്വൽ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് സി സ്ക്വയർ 54 മൈനസ് ടാൻ സ്ക്വയർ 54 എന്ന് വരും. അതായത് സെയിം ആംഗിൾ ആണ് സി സ്ക്വയർ തീറ്റ. ഇത് ഈ ഫോർമുലാസ് എല്ലാം പഠിച്ചാലേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. വേറൊരു വഴിയില്ല. കുറെ ആൾക്കാർക്ക് ട്രിഗ്നോമെട്രി പാടാവുന്നതിന് കാരണം അവർ ഈ ഫോർമുലാസ് നന്നായിട്ട് അറിയാത്തതുകൊണ്ടാണ്. പഠിച്ചെങ്കിലേ പറ്റൂ. അത് ടിപ്സിലുണ്ടായെങ്കിലേ പറ്റൂ. കാണുമ്പോൾ തന്നെ ഇതാണതെന്ന് മനസ്സിലാവുന്ന രീതിയിൽ പ്രാക്ടീസ് ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. 1-2 ദിവസം കൊണ്ട് നടക്കുന്നതല്ല. നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിലേ അത് പറ്റത്തുള്ളൂ. സി സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ 1 ആണ്. ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? സി സ്ക്വയർ 54 മൈനസ് ടാൻ സ്ക്വയർ 54 നമുക്ക് 1 കൊടുക്കാം. പ്ലസ് ഇനി 3/2 ഇൻറ്റു 3/2 ഇവിടെ കിടക്കട്ടെ. 3/2 ഇൻറ്റു സൈൻ സ്ക്വയർ 37 സി സ്ക്വയർ 53. അപ്പൊ നമുക്ക് എന്ത് പറയാം? സീക്കും കൊസീക്കും ഈക്വൽ ആണ്. എപ്പോ? a പ്ലസ് ബി. ആ രണ്ട് ആംഗിളിന്റെ സമ്മ് 90 ആവും. സി സ്ക്വയർ 53 നമുക്ക് എങ്ങനെ എഴുതാം? കൊസീക്ക് സ്ക്വയർ എത്ര കൊണ്ട് കൂട്ടിയാൽ 90 ആവും നോക്കാം. 7 37 കൊസീ സ്ക്വയർ 37. അപ്പൊ ഈ സി സ്ക്വയർ 53ക്ക് വരെ നമുക്ക് എന്ത് കൊടുക്കാം? സി സ്ക്വയർ 37 എന്ന് കൊടുക്കാം. 3/2 ഇൻറ്റു സൈൻ സ്ക്വയർ 37 ഇൻറ്റു കൊസീ സ്ക്വയർ 37. അപ്പൊ സൈനും കൊസീക്കും എന്താണ്? റെസിപ്രോക്കൽ ആണ്. സൈൻ തീറ്റ ഇൻറ്റു കൊസീക് തീറ്റ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ സൈൻ സ്ക്വയർ 37 ഇൻറ്റു കൊസീ സ്ക്വയർ 37 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇവിടെ ഇൻറ്റു 1 ആണ്. അധികം 2/√3 ഇൻറ്റു ടാൻ 60യുടെ വാല്യൂ എത്രയാണ്? √3. ഈ വാല്യൂസ് എല്ലാം അറിയണം. ഫോർമുല എല്ലാം അറിയണം. കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ഇതൊക്കെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ ബേസിക് ആയിട്ടുള്ള ആ ക്ലാസ് 2 കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ഫോർമുലാസ് ആണ് പഠിക്കേണ്ടതെന്ന് മനസ്സിലാവും. ഇതാവുമ്പോൾ എന്താവും? എന്റെ പ്രാക്ടീസോ പിന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസിനും ഫൗണ്ടേഷൻ ബാച്ചോ സിജിഎലിന്റെ ബാച്ചോ നിങ്ങൾക്ക് എടുത്ത് പഠിക്കാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആവാത്തവർക്ക് ട്രിഗ്നോമെട്രി പാടായിട്ടുള്ളത്. അപ്പൊ എന്ത് കിട്ടും? ഇതും പോയി 2 1 3 3 അധികം 3/2 3 അധികം 3/2 എന്ന് പറഞ്ഞാൽ 3 പ്ലസ് 3/2 6 3 9/2. ഓപ്ഷൻ ബി നമുക്ക് ആൻസർ കൊടുക്കാം. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. സൈൻ 23 വാല്യൂ a/b. എന്ത് വാല്യൂ ഓഫ് സീക് 23 മൈനസ് സൈൻ 67 വാല്യൂ ആണ്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സൈൻ 23 എന്ന് പറഞ്ഞാൽ a/b തന്നിട്ടുണ്ട്. അപ്പോൾ സൈൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ബേസിലോട്ട് പോവാണ്. സൈൻ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. നമുക്ക് ബേസിന്റെ വാല്യൂ കിട്ടും. ബേസിന്റെ വാല്യൂ റൂട്ട് ഓഫ് ഹൈപ്പോട്ടൻസിറ്റി സ്ക്വയർ ബി സ്ക്വയർ ബേസ് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആണ് നമ്മളുടെ ബേസ് എന്ന് പറയുന്നത്. സീക് 23 എന്ന് പറയുമ്പോൾ എന്താ? ഈ സൈൻ 67 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? കോസ് 23 ആണ്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് 23 എന്ന് പറയുന്ന ആംഗിൾ നമുക്ക് ഇങ്ങനെ ഒരു ട്രയാംഗിൾ വരച്ചാൽ 23 എന്ന് പറയുന്ന ആംഗിളിന്റെ സൈൻ റേഷ്യോ, കോസ് റേഷ്യോ, ടാൻ റേഷ്യോ അതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇത് വേണമെങ്കിൽ 23 ആണെങ്കിൽ ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ബാക്കി ഇത് 67 ആയിരിക്കും. കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? എല്ലാത്തിനും 23 ആക്കാം. അപ്പോൾ സൈൻ 67 നമുക്ക് എന്ത് പറയാം? കോസ് 23 എന്ന് പറയാം. ഏത് പ്രോപ്പർട്ടിയാണ് ഉപയോഗിച്ചത്? അപ്പൊ ആ പ്രോപ്പർട്ടിയാണ് എല്ലാ ക്വസ്റ്റ്യനിലും നമ്മൾ ഉപയോഗിക്കുന്നത്. സൈൻ ഈക്വൽ ടു കോസ് ബി ആണ് എപ്പോ? a പ്ലസ് ബി 90 ആകുമ്പോൾ 67 23 കൂട്ടുമ്പോൾ 90 ആണ്. സൈൻ 67 വരെ നമുക്ക് കോസ് 23 കൊടുക്കാം. ഇനി സീക് 23 എന്ന് പറഞ്ഞാൽ എന്ത് വരും? സീക് തീറ്റ എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് പറഞ്ഞാൽ ഇവിടെ ബി ആണ്. ഡിവൈഡഡ് ബൈ ബേസ് ആണ്. ബേസ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആണ്. മൈനസ് കോസ് 23 എന്ന് പറഞ്ഞാൽ സീക് 23യുടെ റെസിപ്രോക്കൽ ആണ്. അതായത് ഇതിനെ തിരിച്ചെഴുതാം അല്ലെ? കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ 1/സീക് തീറ്റ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി എന്ന് കിട്ടും. നമുക്ക് എന്ത് കൊടുക്കാം? ഇവിടെ സോൾവ് ചെയ്യുമ്പോൾ ബി സ്ക്വയർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. റൂട്ട് എ ഇൻറ്റു റൂട്ട് എ എന്ന് പറഞ്ഞാൽ റൂട്ട് അങ്ങ് പോവും. അത് എഴുതുക. മൈനസ് ബി സ്ക്വയർ ഇവിടെ ബ്രാക്കറ്റ് ഉണ്ട്. ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആണ്. മൈനസ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ബി സ്ക്വയറും പ്ലസ് എ സ്ക്വയർ വരും. ഡിവൈഡഡ് ബൈ
ബി ഇൻറ്റു അടിയത്തുള്ള ബി ഇൻറ്റു റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഇതിന് ബേസിക് ആയിട്ടുള്ള കാൽക്കുലേഷൻ അറിയില്ലെങ്കിൽ SSC GDയുടെ ആദ്യത്തെ ക്ലാസ്സുകൾ പ്ലേലിസ്റ്റ് 2022 പ്ലേലിസ്റ്റ് എടുക്കുക. അതിൽ ക്ലാസ് കാണുക. എ സ്ക്വയർ ബൈ ബി ഇൻറ്റു റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഓപ്ഷൻ ഡി നമുക്ക് ആൻസർ കൊടുക്കും. 186ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്, പക്ഷെ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ പ്രോപ്പർട്ടീസ് ഒക്കെ അറിയാമെങ്കിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത 2 ക്വസ്റ്റൻ നോക്കാം. 187 കോസ് ബീറ്റ ബൈ സീക്ക് ആൽഫ തന്നിട്ടുണ്ട്, സൈൻ ബീറ്റ ബൈ സീക്ക് ആൽഫ തന്നിട്ടുണ്ട്. വാല്യൂ ഓഫ് സൈൻ സ്ക്വയർ ബീറ്റ എങ്ങനെ ചെയ്യാൻ പറ്റും? ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, ഒന്ന് ആലോചിച്ച് നോക്കും. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ കോസ് ബീറ്റ ബൈ സീക്ക് ആൽഫ ഉണ്ട്, സൈൻ ബീറ്റ ബൈ സീക്ക് ആൽഫ ഉണ്ട്. അപ്പൊ നമുക്ക് രണ്ടുകൂടെ ഒന്ന് ഡിവൈഡ് ചെയ്താലോ? ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ് ബീറ്റ ബൈ സീക്ക് ആൽഫ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കോസ് ബീറ്റ, ഞാൻ കോസിന് സി എന്ന് എഴുതാണ്, സീക്കിന് എസ് എന്ന് എഴുതാണ്, ഡിവൈഡഡ് ബൈ സൈൻ ബീറ്റ ബൈ സീക്ക് ആൽഫ എന്ന് വരും. അപ്പം മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിന്റെ റെസിപ്രോക്കൽ ഉണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി. അപ്പൊ സീക്ക് ആൽഫ ബൈ സൈൻ ബീറ്റ എന്ന് വരും. സീക്ക് ആൽഫയും പോയി, ഇത് സൈൻ ആണ്, ഇത് കോസ് ആണ്. ഇതിന്റെ വാല്യൂ എന്ത് കിട്ടും? 15/16. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അപ്പൊ കോസ് ബീറ്റ ബൈ സൈൻ ബീറ്റ രണ്ട് ബീറ്റിലേക്ക് ഇട്ട് കോസ് ബീറ്റ ബൈ സൈൻ ബീറ്റയുടെ വാല്യൂ 15/16. കോസ് ബീറ്റ ബൈ സൈൻ ബീറ്റ. കോസ് ബീറ്റ ബൈ സൈൻ ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് ബൈ സൈൻ എന്ന് പറഞ്ഞാൽ കോട്ടാണ്. കോട്ട് ബീറ്റയുടെ വാല്യൂ, ബീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ആണ്, ജസ്റ്റ് ഒരു ആംഗിൾ ആണ്, റേഷ്യോ ആണ്, അത്രേ ഉള്ളൂ. അത് ആ ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ബേസ് ക്ലാസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന സംഭവം. വളരെ എളുപ്പമാണ്. കോസ് കോട്ട് എന്നൊക്കെ പറയുന്നതേ ഉള്ളൂ. കോട്ട് ബീറ്റയുടെ വാല്യൂ 15/16 കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ബീറ്റയുടെ നമുക്ക് കോസോ സൈനോ എന്തുകൊണ്ടും കണ്ടുപിടിക്കാം. അപ്പൊ കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡഡ് ബൈ ബേസ് ആണ്. അല്ല, കോട്ട് എന്ന് പറഞ്ഞാൽ ബേസ് ബൈ പെർപെൻഡിക്കുലർ ആണ്. സോറി, ഹൈപ്പോട്ടന്യൂസ് ബേസ് ബൈ പെർപെൻഡിക്കുലർ. ഇത് ബേസ് ആണെങ്കിൽ ഇത് പെർപെൻഡിക്കുലർ. അപ്പൊ നമുക്ക് സൈൻ എന്ന് പറഞ്ഞാൽ എന്ത് വരും? സൈൻ സ്ക്വയർ ആണ് വേണ്ടത്. സൈൻ സ്ക്വയർ ബീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈ ബേസ് ആണ്. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ 16 ബൈ പെർപെൻഡിക്കുലർ ബൈ ഹൈപ്പോട്ടൻസ്. റൂട്ട് ഓഫ് 16 ബൈ റൂട്ട് ഓഫ് 16ന്റെ സ്ക്വയറും 15 സ്ക്വയർ 256 പി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഹൈപ്പോട്ടൻസ് കണ്ടുപിടിക്കാം. 225 എത്രയാണ് വരുന്നത്? 81 പിന്നെ 481 ഇതിന്റെ റൂട്ട് പിന്നെ എന്ത് വേണം? ഇതാണ് സൈൻ തീറ്റ, ഇതിന്റെ സ്ക്വയർ വേണം. അതായത് 256 ഡിവൈഡ് ബൈ 481. ഓപ്ഷൻ എ നമുക്ക് ആൻസർ കൊടുക്കാം. ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അടുത്ത സി സ്ക്വയർ തീറ്റ പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ വാല്യൂ വന്നിട്ട് (6⁴ തീറ്റ മൈനസ് ടാൻ (4 തീറ്റ). അപ്പൊ ഇതിനകത്തൊരു കാര്യമുണ്ട്. (6⁴ തീറ്റ മൈനസ് ടാൻ (4 തീറ്റ) എന്ന് പറഞ്ഞാൽ എന്താ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ ഇതെന്താണ്? സി സ്ക്വയർ തീറ്റ പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഇൻറ്റു സി സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ. സി സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ എന്താണ്? നമ്മൾ പഠിച്ചിട്ടുള്ള ഫോർമുല അനുസരിച്ച് 1 ആണ്. നമുക്ക് ഫൈനലി വേണ്ട എന്താണ്? സി സ്ക്വയർ തീറ്റ പ്ലസ് ടാൻ സ്ക്വയർ തീറ്റയുടെ വാല്യൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതേ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ ആയിരിക്കും? 25/18. മനസ്സിലായോ? എ റേസ് ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. അതായത് രണ്ടെണ്ണത്തിന്റെ സ്ക്വയറിന്റെ ഡിഫറൻസ്. ഇവിടെ സ്ക്വയറിന് വരെ എന്താണ്? സി സ്ക്വയറിന്റെ സ്ക്വയർ എഴുതിയിരിക്കുന്നത്, ടാൻ സ്ക്വയറിന്റെ സ്ക്വയർ എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സി സ്ക്വയർ മൈനസ് ടാൻ സ്ക്വയർ ഇൻറ്റു സി സ്ക്വയർ പ്ലസ് ടാൻ സ്ക്വയർ. ഇതേ ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ അത് സി സ്ക്വയർ മൈനസ് ടാൻ സ്ക്വയർ ഒന്നെന്ന് ഓൾറെഡി അറിയാവുന്നതാണ്. സി സ്ക്വയർ പ്ലസ് ടാൻ സ്ക്വയറിന്റെ വാല്യൂ ആണ് വേണ്ടത്. അത് തന്നെയാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുള്ളത്. 188 നമുക്ക് ഈസി ആയിട്ട് എന്ത് കൊടുക്കാം? ഓപ്ഷൻ ബി നമുക്ക് ആൻസർ കൊടുക്കും. വേറെ ഒരു കാൽക്കുലേഷന്റെ ആവശ്യമില്ല. ഓക്കെ, ഇനി നമുക്ക് ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസിലെ കുറച്ച് ക്വസ്റ്റ്യൻ നോക്കാം. ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് ഇപ്പോൾ ട്രിഗണോമെട്രി തന്നെയാണ്. ഇതിനകത്ത് പഠിക്കേണ്ട ഒരു ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ 60, 90, 30 ട്രയാങ്കിൾ. അതായത് 90 ഡിഗ്രി ഇവിടെ 30 ഡിഗ്രി ഇവിടെ 60 ഡിഗ്രി ആണെങ്കിൽ ഇതിന്റെ സൈഡിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 1 യൂണിറ്റ് ആണ് സൈഡ് എങ്കിൽ 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് √3 യൂണിറ്റ് ആണ് സൈഡ്, 90 ഡിഗ്രി ഓപ്പോസിറ്റ് 2 യൂണിറ്റ് ആണ് സൈഡ്. പിന്നെ പഠിക്കേണ്ട കാര്യം എന്താണ്? ഒരുപാട് കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ബാച്ചിൽ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ഇത്രയും കാര്യങ്ങൾ ഇപ്പം നോക്കാം. 45, 90 ഡിഗ്രി ആണെങ്കിൽ 1:1 ഈ റേഷ്യോയിലായിരിക്കും സൈഡ് ഉള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. സീരിയലിന്റെ മെയിൻസിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് 2023 ലേറ്റസ്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ. ഫ്രം ദ ടോപ്പ് ഓഫ് എ ടവർ ദ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഓഫ് എ ടോപ്പ് ഓഫ് 10 മീറ്റർ ഹൈ ബിൽഡിംഗ് 60 ഡിഗ്രി ആണ്. ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടവർ ആൻഡ് ദ ബിൽഡിംഗ് ഈസ് എത്രയാണെങ്കിൽ ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ്. ഇവിടെ ഒരു ടവർ ഉണ്ട്. ടവറിന്റെ ടോപ്പിൽ നിന്നും ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഓഫ് എ ടോപ്പ് ഓഫ് ഇത് 10 മീറ്റർ ഉണ്ട് കേട്ടോ. ടോപ്പ് ഓഫ് ഇത് 10 മീറ്റർ ഉണ്ട്. 10 മീറ്റർ ഹൈ ബിൽഡിംഗ്. അപ്പോൾ ഈ ഒരു ആംഗിളാണ് തന്നിട്ടുള്ളത്. ഇതാണ് 60. അത് തന്നെ ആയിരിക്കും നമ്മളുടെ പാരലൽ ആയതുകൊണ്ട് ആംഗിൾ തന്നെ ആയിരിക്കും എവിടെ ഉള്ളത്. 60 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. 10 മീറ്റർ ഉണ്ട് ഈ സ്ട്രൈറ്റ് ലൈനിൽ.
ഇത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടവർ ആൻഡ് ബിൽഡിംഗ്. ഇത് 50√3 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് ഓഫ് ദി ടവർ, ഇത് മൊത്തമാണ് നമുക്ക് വേണ്ടത്. ഓൾറെഡി ഇവിടെ 10 ഉണ്ട്. നമുക്ക് ഈ ഒരു ലെങ്ത് കൂടെ കണ്ടുപിടിക്കാം. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഫിഗർ വരച്ചാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട്. ഇത് 90 ഡിഗ്രി ആണ്, സ്ട്രേറ്റ് ലൈൻ ആയതുകൊണ്ട്. 30 ഡിഗ്രി ആണ്. ഇവിടെ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് നമുക്ക് വന്നിട്ടുണ്ട് 50√3. ഈ 50√3 തന്നെ ആയിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ സ്ട്രേറ്റ് ലൈൻസ് ആണ്. 90 ഡിഗ്രി ഉള്ള രണ്ട് ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പാരലായിരിക്കും. 50√3 ആണ്. ഇത് എന്താണ്? 50√3 ആണ് ഈ ഡിസ്റ്റൻസ്. 30ന്റെ ഓപ്പോസിറ്റ് ഒരു യൂണിറ്റ് ആണെങ്കിൽ നമുക്ക് 60ന്റെ ഓപ്പോസിറ്റ് ആണ്. 60ന്റെ ഓപ്പോസിറ്റ് √3 യൂണിറ്റ്. ഒരു യൂണിറ്റിന്റെ വാല്യൂ ആണ് 50√3. എന്നാൽ √3 യൂണിറ്റിന്റെ വാല്യൂ ആണ്. അതായത് 50√3 ഇൻറ്റു √3. ഒന്നിന്റെ വാല്യൂ പറയാം 50√3 ഇൻറ്റു √3. 50√3 ഇൻറ്റു √3 എന്ന് പറയുമ്പോൾ 50 ഇൻറ്റു √3 ഇൻറ്റു √3. √3 ഇൻറ്റു √3 3 ആണ്. 50 × 3 150. ഈ ഡിസ്റ്റൻസ് എന്ത് കിട്ടും? 150 കിട്ടും. നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസിൽ ചോദിച്ചിരിക്കുന്ന ഹൈറ്റ് 150 × 10 160 മീറ്റർ ആയിരിക്കും ആ ഒരു ടവറിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഈ നമ്പേഴ്സ് ഇങ്ങനെ പറയുന്നത് മനസ്സിലാവാത്തവർക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഡെയിലി മാത്സിന്റെ എക്സസൈസ്, സീക്രട്ട് ഓഫ് സ്പീഡ് മാത്സ് വീഡിയോ കാണുക. ഡെയിലി മാത്സിന്റെ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പേഴ്സുമായിട്ടുള്ള റിലേഷൻ അല്ലെങ്കിൽ പരിചയം വളരെ കൂടും. നന്നായിട്ട് നിങ്ങൾക്ക് കാൽക്കുലേഷൻ ഒക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ആള് സ്റ്റാൻഡിംഗ് അറ്റ് എ ഡിസ്റ്റൻസ് ലുക്സ് അറ്റ് എ ബിൽഡിംഗ് ഹാവിംഗ് എ ഹൈറ്റ് ഓഫ് 1000 മീറ്റർ. The angle between the top of building and the ground is 30. What approximate distance is the person standing away from the building? വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ. ഒരു ബിൽഡിംഗ് സ്ട്രൈറ്റ് ആയിരിക്കുമല്ലോ ബിൽഡിംഗ്. അപ്പോൾ അവിടെ നിന്നും ഒരു ദൂരത്ത് നിൽക്കുന്നു. അതിന്റെ ഹൈറ്റ് വന്നിട്ട് 1000 മീറ്റർ. ആംഗിൾ ബിറ്റ്വീൻ ദ ടോപ്പ് ഓഫ് ദ ബിൽഡിംഗ് ആൻഡ് ദ ഗ്രൗണ്ട് ഇത് 30 തന്നിട്ടുണ്ട്. ഇത് 90 ഡിഗ്രി ആയിരിക്കും. നേരെ നിൽക്കുന്നുണ്ട് 60 ഡിഗ്രി. നമുക്ക് ചോദിച്ചേക്കുന്നത് എന്താണ്? ഈ ഒരു ഡിസ്റ്റൻസ് ആണ് ചോദിച്ചത്. 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഒരു യൂണിറ്റ് ആണ്. ഒരു യൂണിറ്റിന്റെ വാല്യൂ 1000 മീറ്റർ ആണെങ്കിൽ 60 യൂണിറ്റിന്റെ ഓപ്പോസിറ്റ് എന്താണ്? √3 യൂണിറ്റ്. √3 എന്ന് പറഞ്ഞാൽ 1.732 ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കുന്ന വാല്യൂ. ഒന്നിന്റെ വാല്യൂ 1000 ആണെങ്കിൽ 1.732 √3യുടെ വാല്യൂ ആണ് വേണ്ടത്. 1000 × 1.732 1732 മീറ്റർ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. വളരെ ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്ത് നിർത്താം. വെർട്ടിക്കൽ പോൾ ഓഫ് 28 മീറ്റർ ഹൈറ്റ് കാസ്റ്റ് 19.2 മീറ്റർ ഷാഡോ. ഇവിടാണ് സൂര്യൻ നിൽക്കുന്നത് വെച്ചു. ഇവിടാണ് നമ്മുടെ സൂര്യൻ. സൂര്യൻ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിന്റെ ഇതാണ് നമ്മുടെ വെർട്ടിക്കൽ പോൾ 28 മീറ്റർ ഉള്ള. ഇതിന്റെ ബാക്കിലോട്ടായിരിക്കും എന്ത് വരുന്നത്? ഷാഡോ വരുന്നത്. ബാക്കിലോട്ട് ഷാഡോ വരുന്നു. ഷാഡോ എത്ര ദൂരം ഉള്ളത്? ഷാഡോയുടെ ലെങ്ത് അവർ പറഞ്ഞിരിക്കുന്നത് 19.2 മീറ്റർ ആണ്. 19.2 മീറ്റർ ആണ്. അറ്റ് ദ സെയിം ടൈം ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ ഷാഡോ കാസ്റ്റ് ബൈ അനദർ പോൾ ഓഫ് 52.5 മീറ്റർ ഹൈ. അതായത് ഇവിടെ തീറ്റ ആംഗിൾ ആണ്. സെയിം തീറ്റ ആംഗിൾ തന്നെ ആയിരിക്കും. അപ്പോൾ 28 മീറ്റർ നീളമുള്ള ഒരു സാധനത്തിന്റെ ഷാഡോ എത്രയാണ്? 19.2. 28 മീറ്ററിന്റെ ഇത് ട്രിഗ്നോമെട്രി ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ റേഷ്യോ പ്രൊപ്പോർഷൻ കാര്യമാണ്. 28 മീറ്റർ നീളമുള്ള പോള് 19.2 മീറ്റർ ഷാഡോ ഉണ്ടാക്കുമെങ്കിൽ 52.5 ഹൈറ്റ് ഉള്ള ഷാഡോ 52.5 മീറ്റർ ഹൈറ്റ് ഉള്ള പോള് ഉണ്ടാക്കുന്ന ഷാഡോയുടെ ലെങ്ത് 28 മീറ്റർ ഉണ്ടാക്കുന്ന ഷാഡോയുടെ ലെങ്ത് ആണ്. ഇപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്തൊരു 28 മീറ്റർ ഉണ്ടാക്കുന്ന ഷാഡോയുടെ ലെങ്ത് 19.2 ആണെങ്കിൽ 52.5 മീറ്റർ ഉണ്ടാക്കുന്ന ഷാഡോയുടെ ലെങ്ത് വളരെ എളുപ്പം. 28ന്റെ 19.2 ആണെങ്കിൽ 52.5 എത്ര ഈസി ആയിട്ട് ചെയ്യാം. കാൽക്കുലേഷൻ ഇവിടെ ഒന്നും ചെയ്യാനില്ല. നോക്കാം. ഇത് 28 മൾട്ടിപ്പിൾ ആയിരിക്കും. 28 ഗുണം എത്രയാണ്? അല്ലെങ്കിൽ 7ന്റെ മൾട്ടിപ്പിൾ ആണ്. ഓക്കെ 14. ഓക്കെ ഇവിടെ 7 ആണ്. 7 ഇവിടെ കാണും. 7 ഇവിടെ കാണും. നോക്കാം. ഓക്കെ 7 കൊണ്ട് ഇത് വെട്ടുമ്പോൾ എത്ര കിട്ടും? 7. അതെ 7.5 കിട്ടും. 7 9 4 വന്നു. 4 കൊണ്ട് ഇവിടെ വെട്ടുമ്പോൾ എത്ര കിട്ടും? 4 കൊണ്ട് വെട്ടുമ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ് ആണോ വേണ്ടുന്നത്? അല്ല. 4 കൊണ്ട് വെട്ടുമ്പോൾ 4 4 32 8 4.8 കിട്ടും. 4.8 ഇൻറ്റു 7.5 ആണ് വേണ്ടത്. നമുക്ക് എന്ത് കൊടുക്കാം? 4.8 ഇൻറ്റു 7.5 7.5 എന്ന് പറഞ്ഞാൽ 15/2 ആണ്. ഓക്കെ 15/2 കൊടുക്കാം. 2.4 ഇൻറ്റു 15 കൊടുക്കാം. 15 ഇൻറ്റു 2.4 24 × 15 അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യാം? 360 360 36 ഒരു പോയിന്റ് മാറ്റുമ്പോൾ 36 മീറ്റർ ആയിരിക്കും അവിടുത്തെ ആ ഒരു ഷാഡോ ലെങ്ത്. അല്ലെങ്കിൽ നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. ഡിറ്റസം അപ്ലൈ ചെയ്യാം. 8 2 10 1 ആണ്. 3 ഇവിടെ 7 5 12 3 ഇവിടെ 3 9 വരും. അതായത് നമ്മുടെ ഡിറ്റസം എന്ത് വരും? 9 വരും. ഡിറ്റസമിന്റെ ക്ലാസ് കണ്ടിട്ടില്ലാത്തവര് ജസ്റ്റ് സെർച്ച് ചെയ്യുക. ദിശ അക്കാഡമി ഡിജിറ്റൽ സംബന്ധം സെർച്ച് ചെയ്താൽ അതിന്റെ ക്ലാസ് കിട്ടും. ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ അപ്പോൾ ഈ ക്വസ്റ്റിന് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ആ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ച് സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വിറ്റോ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിന് ഇനി വരാനുള്ള എക്സാമിന് കിട്ടും. നമുക്ക് നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാം. ക്ലാസ് എല്ലാ ചാപ്റ്ററിന്റെയും CHSL ആയിക്കോട്ടെ. നിങ്ങൾ CHSL ക്രാഷ് കോഴ്സ് ഞാൻ സീരിയസ് ആയി പഠിക്കുന്നവർക്ക് പറയുവാണ്. CHSL 2024 ഇപ്പൊ ജസ്റ്റ് മുമ്പ് നടന്ന എക്സാം അതിൽ എത്ര ക്വസ്റ്റ്യൻസ് നമ്മുടെ
സെയിം ആ ഒരു ഞാൻ ചെയ്ത ക്രാഷ് കോഴ്സിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ആ ഒരു ആൻസർ കീ പരിശോധിച്ച് നോക്കി അറിയാൻ പറ്റും. അത് സീരിയസ് ആയിട്ട് പഠിച്ചവർക്ക് അതിന്റെ ഗുണം ഉണ്ടായിട്ടുണ്ട്, കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. CHSL 2024 ക്രാഷ് കോഴ്സ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്, അതായത് വെറൈറ്റീസ് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകളും കൂടെ നിങ്ങൾ CGL സീരിയസ് ആയിട്ട് എന്നെ ഫോളോ ചെയ്യുന്നവർ, കറക്റ്റായിട്ട് നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ പറ്റിയിട്ടുള്ളവർ അത് കാണുക, അതുകൂടെ ഫോളോ ചെയ്യുക, അതുകൂടെ കംപ്ലീറ്റ് ചെയ്യുക. ഫുൾ ചാപ്റ്റേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്, ഫുൾ ചാപ്റ്റേഴ്സിന്റെ. അതുപോലെ തന്നെ നമ്മുടെ ഈ CGLന്റെ എല്ലാം CGLന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇത് ചെയ്യുന്നത്, അതും കംപ്ലീറ്റ് ആക്കുക. ഇതിൽ കൂടുതൽ ഒരു ചാനലിൽ നിങ്ങളെ CGLന് വേണ്ടി അല്ലെങ്കിൽ CHSന് വേണ്ടി പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നില്ല, അതും യൂട്യൂബിൽ. അത് നിങ്ങൾ മനസ്സിലാക്കുക, അത്രത്തോളം ക്വസ്റ്റ്യൻസ് അത്രത്തോളം കണ്ടന്റ് നിങ്ങൾക്ക് തരുന്നുണ്ട്. അതിന് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഓരോ എക്സാം വരുമ്പോഴും നമ്മൾ കണ്ടിന്യൂ ചെയ്തിരിക്കും. അതിന്റെ ക്ലാസ്സുകളും എല്ലാ കണ്ടന്റും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നിങ്ങൾ ജസ്റ്റ് വൃത്തിയായിട്ട് പഠിച്ചാൽ മാത്രം മതി. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്, കമന്റ് ബോക്സിൽ പറയാവുന്നതാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ അടുത്ത ഓൾജിബ്രയും ജിയോമെട്രി ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും എത്തിക്കുക, നമ്മുടെ ചാനലിന്റെ കാര്യം എല്ലാവരിലും എത്തിക്കുക. ഓക്കെ.